நம்முடைய சகாயம் வானத்தையும் பூமியையும் உண்டாக்கின கர்த்தருடைய நாமத்தில் உள்ளது. சங்கீதம் 124:8. Our help is in the name of the Lord, who made heaven and earth. Psalms 124:8. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் கோஸ் மினிஸ்ட்ரீஸின் யூடியூப் சேனல் வாயிலாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். தேவனாகிய கர்த்தர் இந்த மாதத்திலே தம்முடைய வார்த்தைகளை நிறைவேற்ற உண்மையுள்ளவராயிருக்கிறார். ஆதலால் அவர் சொன்ன வார்த்தையின்படியே நிறைவேற்றுவார். நாம் கண்ட எல்லா துயரங்களுக்கும், சூழ்நிலைகளுக்கும், பிரச்சனைகளுக்கும், கடன் பாரங்களுக்கும் பலனாக தேவனுடைய வார்த்தையை பிடித்து கொள்ளுவோம். நிச்சயம் தேவனாகிய கர்த்தர் தம்முடைய வார்த்தையின்படியே நம்மை ஆசீர்வதிப்பார். இந்த 2வது மாதத்திலே ஒவ்வொரு நாளும் தேவனுடைய வார்த்தையை கேளுங்கள், அறிக்கை செய்யுங்கள், விசுவாசியுங்கள். கர்த்தர் சொன்ன வாக்குத்தத்தங்களை அவர் நிறைவேற்றுவார் என்று விசுவாசிப்போம், காத்திருப்போம். தேவனாகிய கர்த்தர் இந்த மாதத்திலே பெரிய காரியங்களை செய்வாராக. ஆமேன். ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ഈ മീഡിയയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ അവസരം നൽകിയ ബഹുമാനനായ തോമാസാർ അവറുകൾക്കും മറ്റ് പ്രവർത്തകർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 25-ാം വാക്യം. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ. ദൈവത്തിൻ്റെ കടാക്ഷം എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പസമയം ചിന്തിക്കാൻ ഈ തരുണത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് ഒരു ചരിത്രകാരനാണ്, ചരിത്ര പുസ്തകമാണ്, നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ, യേശുവിൻ്റെ ശുശ്രൂഷ, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഉയർപ്പ്, യേശുവിൻ്റെ മടങ്ങിവരവ് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സുവിശേഷമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം. ആ ചരിത്രത്തെ മാറ്റിമറിക്കാൻ ഉലകത്തിലൊരു ശക്തിക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനും വിശ്വസിക്കുന്നു, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ മാറ്റിമറിക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ഇവിടെ ഭക്തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ആസ്പദമാക്കി ലൂക്കോസ് തൻ്റെ തൂലിക ചലിപ്പിക്കുകയാണ്. രക്ഷയില്ല എന്ന് വൈദ്യശാസ്ത്രം കൽപ്പിച്ച സ്ഥാനത്ത്, സ്വന്തക്കാരും ചാർച്ചക്കാരും രക്ഷയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ടിട്ട് പറയുക, എൻ്റെ നിന്ന നീക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു, എന്നെ കടാക്ഷിച്ചു. അതുകൊണ്ട് നമുക്കറിയാം, എല്ലാ മനുഷ്യരും ഒരു സങ്കടത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും നടുവിൽ എന്നെ ഒന്ന് സഹായിക്കാൻ, എന്നെ ഒന്ന് കടാക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്ന കൊള്ളാമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് സകലരും. പക്ഷേ മാനുഷികമായ ചിന്തകൾക്കപ്പുറത്ത്
മാനുഷികമായ പ്രവർത്തനങ്ങൾക്കപ്പുറത്ത്, സാമ്പത്തിക സ്ഥിതികൾക്കപ്പുറത്ത് നമ്മൾ നിരാശപ്പെട്ടു പോകുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ, എല്ലാം തകർന്നെന്ന് പലപ്പോഴും ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുക, ഇല്ല, ഞാൻ നിന്നെ സഹായിച്ച് നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. അപ്പം ദൈവത്തിൻ്റെ കടാക്ഷം നേരിട്ടറിഞ്ഞൊരു ഭക്തൻ, ആ ഭക്തൻ പറയുക, മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന നിന്ന നീക്കുവാൻ ദൈവം എന്നെ കടാക്ഷിച്ച നാളിൽ. അതുകൊണ്ട് ഞാനൊരു ദൂതായിട്ട് പ്രഖ്യാപിക്കുന്നു, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നീ അനുഭവിച്ച തിക്താനുഭവങ്ങൾ, വേദനകൾ, നിരാശകൾ, നിന്നെ ദുഃഖത്തിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞുകളയാൻ തന്ത്രപുരിക്കയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് നീ ഇന്ന് ഉയർന്നു നിൽക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ട് നീ ഇന്ന് ഉയർന്നു നിൽക്കുന്നെങ്കിൽ വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം, ഇല്ല, എന്നെ തകർക്കാൻ ഒരു പിശാചിനും സാധിക്കുകയില്ല. ഇവിടെ ഭക്തൻ പറയുക, എൻ്റെ നിന്ന നീക്കുവാൻ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന നിന്ന, ശ്രദ്ധിക്കണം, വേഗത്തിൽ ഒരു കാര്യം പബ്ലിസിറ്റി ചെയ്യാൻ മനുഷ്യന് സാധിക്കും, ഇല്ലാതാക്കുവാനും മനുഷ്യൻ്റെ സംസാരങ്ങൾക്ക് സാധിക്കും. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കാൻ മനുഷ്യന് സാധിക്കും സംസാരം കൊണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പ്രഖ്യാപിക്കുന്നു, വാളുകൊണ്ട് കുത്തുന്ന പോലെ സംസാരിക്കുന്നവരുണ്ട്, പ്രവർത്തിക്കുന്നവരുണ്ട്, കാരണം കൂടാതെ വലവിരിക്കുന്നവരുണ്ട്, കാരണം കൂടാതെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ നടുവിൽ ഭയപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങളിൽ ദൈവം പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ വിശ്വസിക്കുന്നു, ഏത് വിഷയത്തിലാണ് നീ ഇപ്പോൾ നിന്നെ അനുഭവിക്കുന്നത്, ഏത് വിഷയത്തിലാണ് നീ ഇപ്പോൾ വേദന അനുഭവിക്കുന്നത്, ആ വിഷയങ്ങളുടെ മേൽ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെട്ട് ഒരനുഗ്രഹിക്കപ്പെട്ട പദവി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് ഈ ദിവസങ്ങളിൽ തന്നെ, ഈ മാസങ്ങളിൽ തന്നെ സംഭവിക്കും. എൻ്റെ ആത്മീയ വിഷയങ്ങളുടെ മേൽ ഞാൻ നിന്ദിതനായി കഴിയുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ ഞാൻ നിന്ദിതനായി കഴിയുന്നു, എൻ്റെ സാമ്പത്തിക മേഖലകളിൽ, സാമ്പത്തിക ഭദ്രതകളിൽ ഞാൻ നിന്ദിക്കപ്പെട്ട് കഴിയുന്നു. ഭാരപ്പെടുന്ന വിഷയത്തിന് നടുവിൽ യേശു പറയുക, നീ ഭാരപ്പെടേണ്ട, നിൻ്റെ നിന്ന നീക്കുവാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. അത് വിശ്വസിക്കുക. ഇല്ല, ഏത് വഴിയാണ്? ഇവിടെ നമുക്കറിയാം, ഇവിടെ സക്കറിയാവിനും കുടുംബത്തിനും വേണ്ടതൊരു തലമുറയാണ്. തലമുറയില്ലാതെ ഭാരപ്പെടുകയാണ്. സക്കറിയാവിനും കുടുംബത്തിനും അത്യാവശ്യമായി ലഭിക്കേണ്ടതും ഒരു തലമുറയാണ്. പക്ഷെ വൈദ്യശാസ്ത്രം പറഞ്ഞു രക്ഷയില്ല, അവരുടെ പ്രായം പറഞ്ഞു രക്ഷയില്ല, അവരുടെ സ്വന്തക്കാരെല്ലാം പറഞ്ഞു, കൂട്ടുകാരും പറഞ്ഞു രക്ഷയില്ല. ആ സ്ഥാനത്ത് നിന്ദകൾ സഹിച്ച് വഹിച്ച് ഭാരപ്പെട്ട് നിൽക്കുന്ന ഈ കുടുംബത്തെ എൻ്റെ അത്താണി എന്ന് പറയുവാൻ മറ്റാരുമില്ലാതിരിക്കുമ്പോൾ യേശു പറയുക, ദൈവത്തിൻ്റെ ദൂതം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുക, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിക്കണം, അഭിഷേകത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കണം. നമ്മളെ സഹായിക്കുവാൻ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കണം. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ നിന്ന നീക്കുവാൻ, എന്നെ സഹായിക്കുവാൻ ഉലകത്തിലെ ആരുമില്ലെന്ന് ഭാരപ്പെടേണ്ട. ദൈവം പറയുന്നു, നിന്ന നീക്കുവാൻ എന്നെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അതായത് ഈ ദിവസങ്ങളിൽ തന്നെയാണ്, ഈ മാസത്തിൽ തന്നെ എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കടാക്ഷം വെളിപ്പെടാൻ പോവുക. വിശ്വസിക്കാമോ? ദൈവിക കടാക്ഷം നമ്മളിൽ വെളിപ്പെടാതിരിക്കാൻ പിശാച് തന്ത്രങ്ങളൊരുക്കും, കുതന്ത്രങ്ങളൊരുക്കും, ഗൂഢാലോചനയൊരുക്കും. അവൻ നമ്മുടെ വഴിയിൽ വല വിരിക്കും, നമ്മുടെ വഴിയിൽ കുഴി കുഴിക്കും. പക്ഷെ ബൈബിളിൻ്റെ പ്രഖ്യാപനം എന്താണെന്നറിയാമോ? അവർ വിരിച്ച വലയിൽ അവർ തന്നെ അകപ്പെട്ടു, അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു എന്ന് പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ ദൈവമുണ്ട്. അതുകൊണ്ട് വിശ്വസിക്ക്, എന്നെ കടാക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി. ആരുമില്ലെന്ന് ഭാരപ്പെടേണ്ട. ദൈവമേ, എൻ്റെ വിഷയത്തിൽ അങ്ങയുടെ കടാക്ഷം വെളിപ്പെടണം. നിന്ന നീക്കുവാൻ ദൈവത്തിൻ്റെ കടാക്ഷം വെളിപ്പെടുക.
ബൈബിളിൽ നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിച്ചാൽ കടാക്ഷത്തിന് വേണ്ടി ആഗ്രഹിച്ചവരും ആത്മാർത്ഥതയോടെ കാത്തിരുന്നവരും അവരുടെ മുമ്പിൽ എല്ലാവരും മാറിക്കടന്നു പോയതൊക്കെ സംഭവങ്ങൾ നമുക്കറിയാം. പക്ഷെ ദൈവം പറയുക, അത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നമുക്കറിയാം പലരുടെയും മുമ്പിൽ കൂടെ സ്വന്തക്കാരും ചർച്ചക്കാരും മാറിക്കടന്നു പോകുമ്പോൾ കടന്നു പോകാത്തൊരു ദൈവം ഇന്ന് നിന്നോട് കൂടെയുണ്ട്, വിശ്വസിക്കാം. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടി, ആരും സഹായമില്ല എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോയിടുന്നവർ. വിശ്വസിക്ക്, എന്നെ സഹായിക്കാൻ എൻ്റെ യേശു എന്നോട് കൂടെയുണ്ട്. നീ വഹിക്കുന്ന നിന്ന ഏതാണ്? ആ നിന്ന നീക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. നമുക്കറിയാം, ബൈബിൾ പഠിച്ചു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തിൽ, യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളിൽ, യേശുക്രിസ്തുവിൻ്റെ പീഡന സഹിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ പീഡനകൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ നിന്ന അവൻ്റെ മേലായി എന്നൊരു ഭാഗമുണ്ട്. നമ്മുടെ നിന്ന അവൻ്റെ മേലായി. പ്രിയ സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, നിൻ്റെ നിന്ന, നിൻ്റെ ദുഃഖം, നിൻ്റെ വേദന ആ യേശുവിൻ്റെ മേലായി എന്ന് വിശ്വസിക്കുക. ഞാൻ അനുഭവിച്ച നിന്ന എൻ്റെ യേശു സഹിച്ചു. അതുകൊണ്ട് വിശ്വസിക്കുക, നിൻ്റെ ജ്യേഷ്ഠ സഹോദരന് പറയുവാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു ക്രിസ്തു എന്നെ നിന്ന് ഏറ്റെടുത്തു. എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ തുല്യനായി യേശു എന്നെ നിന്ന് ഏറ്റെടുത്തു. അതുകൊണ്ട് എൻ്റെ ദേശത്ത് എന്നെ ദൈവം മാനിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ദൈവം എന്നെ മാനിക്കും. എൻ്റെ കുടുംബത്തിൽ ദൈവം എന്നെ മാനിക്കും. എൻ്റെ പ്രവർത്തന മേഖലകൾ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കുക, യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ നിന്ന് അവൻ്റെ മേലായി. പീഡന സഹിക്കുമ്പോൾ, വേദന സഹിക്കുമ്പോൾ, രക്തം ധാരധാരിട്ട് ഒഴുകുമ്പോൾ, തലയിൽ മുൾക്കിടമടിക്കപ്പെട്ടവനായി, ആരോരുമില്ലാത്തവനായി, ആഹാരം ലഭിക്കാത്തവനായി, രണ്ട് കള്ളന്മാരുടെ കള്ളനെ പോലെ തറയ്ക്കപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി, അവസാനത്തുള്ള രക്തം ഒഴുക്കി സ്വന്തം തോളിൽ തലയാഴ്ച പ്രാണനെ ഏൽപ്പിച്ചത് നിന്ദകളും പരിഹാസങ്ങളും ഒരുപോലെ സഹിക്കേണ്ടി വന്നു. ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിനെ നിന്ദിച്ചതും പരിഹസിച്ചതും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തതല്ലേ? ശ്രദ്ധിച്ചു നോക്കിക്കേ. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ക്രൂശിൻ്റെ അപ്പുറം ഇപ്പുറം കിട്ടുന്ന കള്ളന്മാർ അവനെ നിന്ദിച്ചു, പരിഹസിച്ചു. ചിലർ വിളിച്ചു പറഞ്ഞു, നീ ഇറങ്ങിവ, നീ ദൈവമല്ലേ, നീ ഇറങ്ങിവ എന്ന് വിളിച്ചു പറഞ്ഞ് പരിഹസിച്ചു. പക്ഷേ അവിടെയൊക്കെ സഹിച്ചു നിൽക്കുന്ന യേശുവിൻ്റെ ശക്തി, പുനരുത്ഥാനത്തിൻ്റെ ശക്തി 3-ാം ദിവസം വെളിപ്പെട്ടതുപോലെ ഇന്ന് ഞാൻ ദൂത് വിളിച്ച് പറയുന്നു, ദൈവത്തിൻ്റെ പദ്ധതി കടാക്ഷമായി വെളിപ്പെടാൻ പോവുക. ഒരു പുതിയ ശക്തിയോടെ, പുതിയ ഉണർവോടെ, പുതിയ ശക്തിയോടെ ഈ ദിവസങ്ങളിൽ നമുക്ക് മുന്നേറാം. ദൈവപ്രവൃത്തിക്കായി നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം. ഏറ്റ വേദനകളും ഭാരങ്ങളും നമ്മളെ തളർത്താതെ ദൈവമേ അങ്ങ് ഉയർത്തെഴുന്നേറ്റതുപോലെ അതേ ദൈവശക്തിയോടെ, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടെ, ദൈവമേ ഇതാ ഞാനും ആത്മാവിൻ്റെ ശക്തിയോടെ ഉണരുന്നു, ആത്മശക്തിയോടെ ഉയർക്കുന്നു. യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. ഒരു കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അതുകൊണ്ട് ധൈര്യം സംഭരിക്കൂ. ദൈവപ്രവൃത്തിക്കായി നമ്മളെ സഹായിക്കാം. യേശു നമ്മോട് കൂടെ. ദൈവപ്രവൃത്തിക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഭയപ്പെട്ടു പോകരുത്. യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. ഒരു കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഈ ദിവസങ്ങളിൽ പ്രശ്നത്തിന് മുമ്പിൽ പതറിപ്പോകാതെ ആത്മശക്തിയോടെ മുന്നേറാം. എന്നെ കടാക്ഷിക്കുന്ന മാസമാണ്. ദൈവം എന്നെ കടാക്ഷിക്കുന്ന മാസമാണ് ഈ മാസം. ഞാനത് പ്രത്യേകം മനസ്സിലാക്കുന്നു. അതിനാൽ ഉണരാം, ആത്മശക്തി പ്രാപിക്കാം, ദൈവപ്രവൃത്തിക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മാറാകട്ടെ. ആമേൻ.
നിൻ ജീവിതത്തിൽ കൺ തുറക്കും. ദൈവത്തെ കാണുവാൻ കൺ തുറന്നാൽ ദൈവം നിൻ ജീവിതത്തിൽ കൺ തുറക്കും. ദൈവവിളിക്കായി നീ ചെവി കൊടുത്താൽ ദൈവം നിൻ യാചനയ്ക്ക് ചെവിയോർക്കും. ദൈവത്തെ കാണുവാൻ കൺ തുറന്നാൽ ദൈവം നിൻ ജീവിതത്തിൽ കൺ തുറക്കും. ദൈവകരത്തിൽ നിൻ ജീവിതം കൊടുത്താൽ ദൈവം നിന്നിൽ രക്ഷാകരം നീട്ടും. ദൈവകരത്തിൽ നിൻ ജീവിതം കൊടുത്താൽ ദൈവം നിന്നിൽ രക്ഷാകരം നീട്ടും. ദൈവവഴിയിൽ നീ സഞ്ചരിച്ചാൽ ദൈവം നന്മയുടെ വഴി തെളിക്കും. ദൈവവഴിയിൽ നീ സഞ്ചരിച്ചാൽ ദൈവം നന്മയുടെ വഴി തെളിക്കും. ദൈവത്തെ കാണുവാൻ കൺ തുറന്നാൽ ദൈവം നിൻ ജീവിതത്തിൽ കൺ തുറക്കും. ദൈവവചനം നീ മാറിലണച്ചാൽ ദൈവം നിന്നെ തിരുമാറിലണയ്ക്കും. ദൈവവചനം നീ മാറിലണച്ചാൽ ദൈവം നിന്നെ തിരുമാറിലണയ്ക്കും. ദൈവത്തിനായി നിൻ ഹൃദയം തുറന്നാൽ ദൈവം നിനക്കായി സ്വർഗം തുറക്കും. ദൈവത്തിനായി നിൻ ഹൃദയം തുറന്നാൽ ദൈവം നിനക്കായി സ്വർഗം തുറക്കും. ദൈവത്തെ കാണുവാൻ കൺ തുറന്നാൽ ദൈവം നിൻ ജീവിതത്തിൽ കൺ തുറക്കും. ദൈവവിളിക്കായി നീ ചെവി കൊടുത്താൽ ദൈവം നിൻ യാചനയ്ക്ക് ചെവിയോർക്കും. ദൈവത്തെ കാണുവാൻ കൺ തുറന്നാൽ ദൈവം നിൻ ജീവിതത്തിൽ കൺ തുറക്കും.